ഒരു മാസം നീണ്ടുനിന്ന ആകാംക്ഷ അവസാനിപ്പിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ലഭിച്ചത് 3 പ്രധാന പാഠങ്ങളാണ്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം അതിശക്തമായിരുന്നു. 2, UDF നേടിയ ചരിത്ര വിജയം കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ അടിത്തറയ്ക്ക് ഇനിയും വിള്ളൽ വീണിട്ടില്ല എന്ന അറിയിപ്പ്. 3, കേരള രാഷ്ട്രീയത്തിൽ ഇനിയും BJPക്ക് കാര്യമായ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുത. 3 സീറ്റ് നേടിയെങ്കിലും ഭരണവിരുദ്ധ വോട്ടാണ് BJPക്ക് ലഭിച്ചതെന്നാണ് വിലയിരുത്തൽ. അങ്ങനെയല്ല, സ്വന്തം നിലയ്ക്കാണ് വിജയമെന്ന് BJP നേതൃത്വം അവകാശപ്പെടുന്നതെങ്കിൽ അതിനു തക്ക തിളക്കമാർന്ന വിജയം അവർ കാഴ്ചവെക്കണമായിരുന്നു. UDF 103 സീറ്റ് നേടി വൻ വിജയം സൃഷ്ടിച്ചതിലും BJP 3 സീറ്റ് നേടിയതിലും അടങ്ങുന്ന അന്തസാരത്തേക്കാൾ വിശകലനം ചെയ്യപ്പെടുന്നത് ഇടതുപക്ഷത്തിൻ്റെ അതിദയനീയ പരാജയം എന്തിൻ്റെയെല്ലാം അടിസ്ഥാനത്തിൽ സംഭവിച്ചു എന്നതാണ്. എങ്ങനെ നമ്മൾ തോറ്റു എന്ന് ഇടതുപക്ഷ മുന്നണിയിലെ പ്രധാന കക്ഷികളായ CPM-ഉം CPI-യും വിശകലനം ചെയ്യാനുള്ള സമയം ആയി വരുന്നതേയുള്ളൂ. എന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും കുറച്ചു നാളായി ഭരണപക്ഷത്തെപ്പറ്റി ശരിക്കും വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എന്ത് മനസ്സിലാക്കി എന്നതിൻ്റെയും അതിലൂന്നിയുള്ള പ്രതികരണത്തിൻ്റെയും ഫലമാണ് തെരഞ്ഞെടുപ്പ് ഫലമായി പുറത്തു വന്നിട്ടുള്ളത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുപക്ഷത്തിന് പുറത്തു നിൽക്കുന്നവർ മാത്രമല്ല, കാലങ്ങളായി അതിനുള്ളിലുള്ളവരും പ്രത്യശാസ്ത്രപരമായി വിയോജിപ്പ് നിശ്ചയമായും പ്രകടിപ്പിച്ചു എന്ന് വേണം കരുതാൻ. പതിറ്റാണ്ടുകളോളം പാർട്ടിയുടെ രക്തവും മാംസവുമായിരുന്ന കറകളഞ്ഞ നേതാക്കൾ വേദനയോടെ പുറത്തു പോയതും അതിനുള്ള കാരണങ്ങളും വലിയ വിള്ളലാണ് ആ പാർട്ടിയുടെ ഉള്ളിൽ സൃഷ്ടിച്ചത്. ആന്തരിക പ്രശ്നങ്ങളാൽ പുറത്താക്കപ്പെട്ട തലമുതിർന്ന നേതാക്കളായ K. സുധാകരനും B. കുഞ്ഞികൃഷ്ണനും T. K. ഗോവിന്ദനും പാർട്ടിയെ വെല്ലുവിളിച്ചു, സ്വയമേ മത്സരരംഗത്തെത്തുകയും വിജയം വരിക്കുകയും ചെയ്തു എന്നത് നടുങ്ങുന്ന യാഥാർത്ഥ്യമായാണ് അനുഭവപ്പെട്ടത്. ഇതുപോലെ നെട്ടിത്തിരിച്ച ഒരു സംഭവം ഒരു തെരഞ്ഞെടുപ്പിലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ല. മുൻപും തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി തോറ്റിട്ടുണ്ട്. പ്രബലമൊന്ന് കണ്ട സീറ്റുകൾ കൈവിട്ടു പോയിട്ടുമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. പാർട്ടിയെ തോൽപ്പിച്ചത് ഒരു പരിധിവരെ പാർട്ടി തന്നെയാണ് എന്നാണ് കാണുന്നത്. വിപ്ലവത്തിൻ്റെ മണ്ണായ ആലപ്പുഴയിൽപ്പെട്ട അമ്പലപ്പുഴയിലും പാർട്ടി കോട്ടയായ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരും അതിനോട് ചേർന്നുള്ള തളിപ്പറമ്പിലുമൊക്കെ CPM-ൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾ വിമതരാൽ തോൽപ്പിക്കപ്പെടണമെങ്കിൽ അതിന് വേറെ എന്ത് ന്യായീകരണമാണുള്ളത്? ഇപ്പോൾ സംഭവിച്ചതിനെ ഇങ്ങനെ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു. അതായത്, പാർട്ടിയുടെ അനിഷേധ്യ നേതാവായിരുന്ന TP ചന്ദ്രശേഖരൻ 51 വെട്ടേറ്റ് ക്രൂരമാം വിധം കൊല്ലപ്പെടുകയും ഭാര്യ KK രമ വടകരയിൽ പാർട്ടിക്കെതിരെ മത്സരിച്ച് തുടർച്ചയായി ജയിക്കുകയും ചെയ്തതിനെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് KK രമയുടെ പുരുഷ അവതാരങ്ങളായിരിക്കുകയാണ് K. സുധാകരനും P. കുഞ്ഞികൃഷ്ണനും T. K. ഗോവിന്ദനും. നാളിതുവരെ കാണാത്ത സ്ഥിതിവിശേഷങ്ങൾ ഇനിയുമുണ്ട് പറയാൻ. CPM-ഉം CPI-യും വിട്ട് സ്വതന്ത്രരായും വിമതരായും മത്സരിച്ച മേൽപ്പറഞ്ഞ 3 പേർ വിജയിച്ചപ്പോൾ ഇടതുപക്ഷം വിട്ട് BJP-യിൽ പോയ ആരും വിജയിച്ചില്ല എന്നോർക്കണം. ദേവികുളത്ത് നിന്ന് 2 തവണ CPM MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട S. രാജേന്ദ്രൻ, CPI-യുടെ മുൻ MLA-മാരായ K. അജിത്തും CC മുകുന്ദനും ഇത്തവണ മത്സരിച്ചത് BJP ടിക്കറ്റിലാണ്. മൂവരും തോറ്റമ്പി. ഇടതുപക്ഷത്തു നിന്ന് നേരെ BJP-യിലേക്ക് പോയ ആരും തന്നെ ജയിക്കാതിരിക്കുക ഇടതുപക്ഷം വിട്ട് സ്വതന്ത്രരായോ കോൺഗ്രസ് പിന്തുണയോടെയോ മത്സരിച്ചവർ ജയിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? BJP ഇനിയും കേരളീയ സാഹചര്യങ്ങൾക്കിണങ്ങുന്ന ഒരു പാർട്ടിയായി തീർന്നിട്ടില്ല എന്ന ജനങ്ങളുടെ ധാരണയാണ് ഈ തോൽവികൾക്ക് അടിസ്ഥാനമെന്ന് പറയാം. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിൻ്റെ ചിന്താരീതികൾ തീർത്തും വ്യത്യസ്തമാണ് എന്ന് വീണ്ടും ഉറപ്പിക്കുന്ന ഒരു ഫലപ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റെന്തിനേക്കാളും മതേതരത്വത്തിന് ജനങ്ങൾ മുൻഗണന നൽകുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജയാപജയങ്ങൾ. ഒപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. LDF 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടു എന്നത് സത്യമാണല്ലോ. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ LDF ഉണ്ടായേ മതിയാകൂ. പല നിലയ്ക്കും അത് കേരളീയ സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമാണ്, അനിവാര്യമാണ്. അത് ജനങ്ങളെക്കാൾ ഓർമ്മിക്കേണ്ടത് LDF നേതൃത്വമാണ്. അതെ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം.